ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും എൻ്റെ ചാനലിലേക്കും എൻ്റെ വീഡിയോയിലേക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ഇംഗ്ലീഷ് പടം, മെയിനായിട്ട് ഇംഗ്ലീഷ് പടം എന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മൂവി റിവ്യൂ ചെയ്യാൻ പോയത്. നമ്മുടെ ഫോറം മാളിൽ, കൊച്ചി മരടല ഫോറം മാളിൽ PVR അയോണക്സ് സ്ക്രീൻ 9 സ്ക്രീൻസ് ആണ് അവിടെ ഉള്ളത്. അതിലൊരു സ്ക്രീനിലാണ് ഞാൻ ഇന്ന് ഗോസ്റ്റ് ബസ്റ്റേഴ്സ് ദ ഫ്രോസൺ എംപയർ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് മൂവി കണ്ടത്. ആക്ച്വലി പടത്തേക്കാൾ കൂടുതൽ ആ തിയേറ്ററിന്റെ എക്സ്പീരിയൻസ് ആയിരുന്നു. അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. ഇനിയിപ്പോൾ നമ്മൾ PVR പോയിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മുടെ നമ്മുടെ ഫോറം മാളില് 9 സ്ക്രീൻസ് ഉണ്ടെന്നപ്പോൾ അത് സംഭവം എന്താണെന്ന് അറിയാൻ ഒരു കൗതുകം. അതുകൂടാതെ നമ്മുടെ പണി ഇതാണല്ലോ മൂവി റിവ്യൂ. അപ്പൊ ഞാനിന്ന് കണ്ട മൂവി എന്ന് പറയുന്നത് ഗോസ്റ്റ് ബസ്റ്റേഴ്സ് ഫ്രോസൺ എംപയർ ആണ്. അതൊരു സൂപ്പർ നാച്ചുറൽ കോമഡി ഫിലിം എന്നൊക്കെയാണ് ഇതിനകത്ത് നമ്മുടെ നെറ്റിലും മറ്റു കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇത് ഇത് ഡയറക്ട് ചെയ്തിരിക്കുന്നത് ഗിൽ കെനൻ ആണ്. അത് ഗോസ്റ്റ് ബസ്റ്റേഴ്സ് ആഫ്റ്റർ ലൈഫ് 2021 ഒന്ന് ഇറങ്ങിയിരുന്നു. അതിന്റെ മുന്നോടിയായിട്ട് അതിന്റെ പിൻഗാമിയാണ് ഗോസ്റ്റ് ബസ്റ്റേഴ്സ് ദ ഫ്രോസൺ എംപയർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആഫ്റ്റർ ലൈഫ് ഒരു വൻ സക്സസ് ആയിരുന്നെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ അതിന്റെ പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്നു അതിന്റെ ഒരു പിന്തുടർച്ച എന്ന രീതിയിൽ. അതുകൊണ്ടാണ് അവർ 2022 ഇത് അനൗൺസ് ചെയ്തത്, ഈ പടം ഇറങ്ങുമെന്നും പറഞ്ഞ്. ഇതിനകത്ത് തന്നെ പോൾ റോഡ്, ക്യാരി കോൺ, ഫിൻ വുൾഹാൻഡ്, മക്കേന ഗ്രേസ്, സെലസ്റ്റെ കോണ്, അങ്ങനെ ആഫ്റ്റർ ലൈഫിൽ അഭിനയിച്ചവരോടൊപ്പം തന്നെ ബിൽ മുറെ, ഡാൻ ഐക്രോഡ്, എർണി ഹഡ്സൺ, ആനി പോട്ട്സ്, വില്യം ആതർട്ടൺ, അങ്ങനെ പലരും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ നോക്കി വായിക്കാൻ കാര്യം ഇംഗ്ലീഷുകാരുടെ പേരാണ്. മാത്രമല്ല ഇവന്മാരുടെ പേരൊക്കെ നമ്മുടെ എന്താ പറയുന്നത് കടിച്ചാ പൊട്ടാത്ത പേരുകളായതുകൊണ്ട് തന്നെ നമുക്കിത് ബുദ്ധിമുട്ടാണ് പറയാനായിട്ട്. അപ്പൊ ഈ മൂവിയെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല. ആകെ പ്രയോജനമുണ്ടെന്ന് പറഞ്ഞാൽ 125+ ടാക്സ്, അതായത് 153 രൂപയ്ക്ക് നല്ല അടിപൊളി ഒരു തിയേറ്ററിൽ പോയിരുന്ന് ഒരു പടം കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ ഈ പടത്തിനെ കുറിച്ച് ഒരു ചക്കയും പറയാനില്ല എന്നുള്ളതാണ് സത്യം. കാരണം വേറെ ഒന്നുമില്ല. അവര് സത്യം തന്നെ ട്രെയിലർ കണ്ടിട്ടാണ് ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അപ്പൊ ഞാൻ ഓർക്കാൻ നെപ്പോളിയനൊക്കെ കണ്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അത് മാത്രമല്ല, ഞാൻ നമ്മുടെ ഗൊറില്ല വേഴ്സസ് എന്ന് പറഞ്ഞൊരു പടം കഴിഞ്ഞ മാസം ഇറങ്ങിയായിരുന്നല്ലോ. അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ ആലപ്പുഴയിലെ റീബാനിൽ പോയാണ് ഞാൻ കണ്ടത്. ഒരുപക്ഷെ അത് അന്ന് PVR ഇനാഗുറേറ്റ് ചെയ്തിട്ടില്ല നമ്മുടെ ഫോറം മാളിലെ. അന്ന് അത് കണ്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആകുവാൻ. എനിവേ, പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ട്രെയിലറിനകത്ത് കാണിക്കുന്ന ഒന്നും തന്നെ ഇതിനകത്ത് ഇല്ല. അവരതിനകത്ത് കാണിക്കുമ്പോൾ നമ്മൾ മറ്റേ ഡേ ആഫ്റ്റർ ടുമോറോ ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത് ആ ഒരു എനിക്ക് ഫീൽ ചെയ്ത്. ഗോസ്റ്റ് ബസ്റ്റേഴ്സ് ആണ്, ഓക്കെ ഫൈൻ, കുറച്ച് കോമഡിയും കാര്യങ്ങളും പിന്നെ സൂപ്പർ നാച്ചുറാലിറ്റി ഒക്കെയാണ്, നമുക്ക് ഡൈജസ്റ്റ് ആവാത്ത കാര്യങ്ങളൊക്കെയാണ്, അത് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുകയോ, ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മളെ അതിഭീകരമായി ഞെട്ടിപ്പിക്കുകയോ, ഏതെങ്കിലും ഒരു ഭാഗത്ത് എല്ലാം ഒരു മൈൽഡ് പോലും ഇല്ല, ചുമ്മാ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. ആ ഗോസ്റ്റ് ബസ്സിന്റെ തുടർച്ചയായിട്ട് എന്തൊക്കെയോ കാണിക്കുന്നു. ചെറിയ ചിരികൾ അതിനകത്ത് ഇല്ലാതില്ല. ചെറിയ ചിരികളൊക്കെ ഉണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചെറിയ കുഞ്ഞു തമാശകൾ. 1 മണിക്കൂർ 55 മിനിറ്റാണ് പടം. അതുകൊണ്ട് നല്ല രീതിയിൽ നല്ലൊരു സ്ക്രീനിൽ നമുക്ക് ഈ പടം കണ്ടു എന്നുള്ളതാണ്. ഇനിയും ഇംഗ്ലീഷ് പടങ്ങൾ വന്നാൽ എറണാകുളം പ്രിമൈസസിൽ താമസിക്കുന്നവർക്ക് നല്ലൊരു ലാഭകരമാണ് PVRൽ പോയി പടം മാത്രം കാണുന്നത്. പക്ഷെ വേറൊരു സാധനവും അവിടുന്ന് നമ്മളിപ്പോഴുള്ള സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റില്ല. അറിയാമായിരിക്കുമല്ലോ നിങ്ങൾക്ക്. ഒരു നിസ്സാര ഒരു കുപ്പി ബോട്ടിൽ വെള്ളം അവിടെ അവൈലബിൾ അല്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൂട്ട് ഡ്രിങ്ക്സ് ഒക്കെയാണ്. അതിനെല്ലാം MRP 60 രൂപയുള്ള സ്ഥലത്ത് അവർ വാങ്ങിക്കുന്ന $250 ആണ്. അതൊക്കെ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇന്നാൾ എന്തൊക്കെയോ ഒരു നിയമം വരുന്നുണ്ടായിരുന്നു, ടാക്സ്, അത് തിയേറ്ററിൽ ഇനി പുറത്തെ തന്നെ ടാക്സ് മേടിക്കാവുള്ള ആൾക്കാർ എന്നൊക്കെ പറഞ്ഞ നിയമങ്ങളൊക്കെ കണ്ടു. പക്ഷെ ഇത് നടപ്പാക്കുന്ന കണ്ടിട്ടില്ല. ജനങ്ങൾക്ക് റീസണബിൾ ആയിട്ട് അവർ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു 9 സ്ക്രീനിൽ 2-3 എണ്ണം എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള സ്ക്രീനാണ്. അതായത് 450-500 മേളിലുള്ളതാണ്. അതിൽ ഇവർ ഇതൊക്കെ വെച്ചോളൂ. ഈ 125 രൂപ വെച്ചിട്ട് കാണാൻ വരുന്നത് സാധാരണ ആൾക്കാരാണല്ലോ. അപ്പൊ കുറച്ച് മിനിമൈസ് ചെയ്താൽ ഉപകാരമായിരുന്നു. എനിവേ, അത് പോട്ടെ, നമ്മൾ അതിനെക്കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്യാൻ വന്നതല്ല. പടത്തെക്കുറിച്ചൊന്നും പറയാനില്ല. വെറുതെ ഒരു ചുമ്മാ കുറെ സൗണ്ടും കാര്യങ്ങളും പിന്നെ കുറെ എന്താ പറയുന്നത് 3D എഫക്റ്റും അങ്ങനെ കുറെ ഗ്രാഫിക്സ്, അതാണ് കൂടുതൽ അതിനകത്തുള്ളത്. അതിനകത്ത് കഥ എന്ന് പറയാനായിട്ട് അറിയാലോ ഇംഗ്ലീഷുകാരുടെ രീതി എന്ന് പറഞ്ഞാൽ ഒരു സെനാരിയോ, ഒരു സാധനത്തെ എടുത്തുകൊണ്ട് ചെറിയ പഴയ 4000 വർഷം മുമ്പ് 3000 വർഷം മുമ്പ് നടന്ന കാര്യങ്ങളെ കുറിച്ച് പറയുക. പക്ഷെ അത് വൃത്തിക്ക് അവതരിപ്പിച്ചിരുന്നെങ്കിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയേനെ. പക്ഷെ ഇതിനകത്ത് ഒന്നുമില്ല, പറയാൻ മാത്രം ഒന്നും തന്നെ ഇല്ല. ലാസ്റ്റ് മാത്രമാണ് കുറച്ച് ഫ്രോസൺ എംപയർ എന്ന് പറയുന്ന ലാസ്റ്റ് മാത്രം, അതായത് തീരുന്നതിനൊരു
5 മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ 10 മിനിറ്റ് മുമ്പ് ഓർക്കണം, 1.55 മിനിറ്റ്, അതായത് 2 മണിക്കൂർ അടുപ്പിച്ചുള്ള ഒരു പടത്തിനകത്ത് അവര് അത് ആ സീൻ കുറച്ചുകൂടെ ഒക്കെ ഒരു സെക്കൻഡ് ഹാഫ് ഒക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുക. അതില്ല, അത് ഈ വർത്താനവും കാര്യങ്ങളും അല്ലാതെ പ്രത്യേകിച്ച് അതിനകത്തൊന്നും ഇല്ല എന്നുള്ളതാണ്. പിന്നെ അതിനകത്ത് ഒരു നായികയുണ്ട്, അവരുടെ മകളായിട്ട് അഭിനയിക്കുന്ന പെങ്കൊച്ച്. അപ്പം അവളുടെ ഒരു പേരും ഒക്കെ പ്രത്യേകതയുള്ളതാണ്. അവളെ കാണാനൊക്കെ നല്ല രസമാണ്. അതോടൊപ്പം അതിനകത്ത് അതൊക്കെ ഉള്ളൂ ആ പടത്തെ കുറിച്ച് പറയാൻ. പ്രത്യേകിച്ച് വേറെ അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ തിയേറ്ററിൽ തന്നെ കണ്ടില്ലെങ്കിൽ നഷ്ടമുണ്ടാകുന്ന ഒരു പടമൊന്നുമല്ല. പക്ഷെ ഗൊറില്ല VS നമ്മുടെ ഗോഡ്സില്ല അത് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഞാൻ പക്ഷെ എനിക്കത് റിവ്യൂ ഇടാൻ പറ്റിയില്ല. ആക്ച്വലി ഞാനത് തിയേറ്ററിൽ പോയി കണ്ടു. എനിക്ക് ഇടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും അത് റിവ്യൂ ഇടും, ഞാൻ ഉറപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം. ഉറപ്പായിട്ടും അത് ഇടേണ്ടതൊന്നായിരുന്നു. അത് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2-3 ആഴ്ച കഴിഞ്ഞല്ലോ. എനിവേ 1 മാസമായെന്ന് എനിക്ക് തോന്നുന്നു ഇറങ്ങിയിട്ട്. അത് ഇട്ടില്ല, എന്റെ സമയക്കൊണ്ട് ഇടാൻ സാധിച്ചില്ല. പക്ഷെ എന്തായാലും ഗോസ്റ്റ് ബസ്റ്റേഴ്സ് ദ ഫ്രോസൺ അമ്പയർ ഇന്നൊരു ദിവസം അല്ലെങ്കിൽ മാക്സിമം അല്ലെങ്കിൽ ഈ ഒരാഴ്ച കഷ്ടിച്ച് ഓടിയാൽ കൊള്ളാം, ഓടുമായിരിക്കാം. എനിവേ പടം പോരാ, അത്ര വലിയ എഫക്റ്റ് ഒന്നും അല്ല. പിന്നെ തിയേറ്റർ കൊള്ളാം, തിയേറ്റർ എക്സ്പീരിയൻസ് നല്ലതാണ്. PVR INOX തിയേറ്റർ അടിപൊളിയാണ്. ഫോറം മാളിലെ എക്സ്പീരിയൻസ്, ഫോറം മാളിലെ സ്ക്രീൻ പ്രസൻസ് നല്ലതാണ്. നല്ല നല്ല പടങ്ങൾ അങ്ങനെയുള്ള തിയേറ്ററിലൊക്കെ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. ഇത്തിരി കാശ് മുടക്കിയാലും പോയി എക്സ്പീരിയൻസ് ചെയ്യുക. തിയേറ്റർ നല്ല മിനിമൽ റേറ്റ് ആണ്, 125, അതായത് കരളി ശ്രീ തിയേറ്ററിലൊക്കെ വാങ്ങിക്കുന്ന ഒരു റേറ്റ് അവർ വാങ്ങിക്കുന്നുള്ളൂ. അവിടെ നിന്ന് ഫുഡും കാര്യങ്ങളൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഫോറം മാൾ സന്ദർശിക്കുന്ന കൂട്ടത്തിൽ അതുമാകാം. നല്ലൊരു ലാഭകരമായ കാര്യമാണ്, എൻജോയബിൾ ആണ്. നല്ല AC കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തണുത്ത് വിറച്ച് ഇരിക്കാം. സത്യത്തിൽ പറഞ്ഞ ഫ്രോസൺ അമ്പയറിൽ ഇരുന്നത് ഞങ്ങൾ ജനങ്ങളായിരുന്നു എന്ന് മാത്രം. അപ്പോൾ ഗൈസ്, വീണ്ടും കാണുന്നവരെ നന്ദി, വണക്കം, ബൈ ബൈ, ടേക്ക് കെയർ.